നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഹയർ സെക്കൻഡറി VHSE ഫലം പ്രഖ്യാപിച്ചു. 78.69% ഹയർ സെക്കൻഡറി വിജയം. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെയും പള്ളിപ്പുറം പയങ്കൽ ക്ഷേത്രത്തിലെയും കാർത്തിക വേലാഘോഷം ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി VHSE ഫലം പ്രഖ്യാപിച്ചു. 78.69% ഹയർ സെക്കൻഡറി വിജയം. 2,94,888 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഫലം പ്രഖ്യാപിക്കുകയാണ്. ഹയർ സെക്കൻഡറിയിൽ കേരളത്തിനകത്തും പുറത്തുമായി 2024 സ്കൂളുകളിലായി 2017 പരീക്ഷാ കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 380 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് സജ്ജമാക്കിയിരുന്നത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലെ പരീക്ഷകളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 2024 മാർച്ച് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2024 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,74,755 പേർ പരീക്ഷ എഴുതി. 3,74,755. 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം 78.69%. മുൻവർഷം ഇത് 82.95% ആയിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 82.95% ആയിരുന്നു. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം താനൂർ ചീരംകുളങ്ങര മുഹമ്മദ് ഷാഫിയുടെ മകൻ 25 വയസ്സുള്ള മുഹമ്മദ് യഹിയയാണ് മരിച്ചത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ MSc ബോട്ടണി വിദ്യാർത്ഥിയാണ്. കോളേജിൽ നിന്നുള്ള 12-അംഗ സംഘം കേരള വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയതായിരുന്നു. 4 സുഹൃത്തുക്കൾക്കൊപ്പം ബുധനാഴ്ച വൈകിട്ട് റിസർവോയറിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. യാഹിക മുങ്ങിയുടൻ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരിൽ ചിലർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുട്ടായതോടെ ശ്രമം ഉപേക്ഷിച്ചു. പീച്ചി പോലീസും ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും രാത്രി തെരച്ചിൽ നടത്തിയിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും മത്സ്യബന്ധന തൊഴിലാളികളും സ്ക്യൂബ ടീമും നാട്ടുകാരും തെരച്ചിലിൽ പങ്കെടുത്തു. രാത്രി 10:45 തെരച്ചിൽ നിർത്തി. വ്യാഴാഴ്ച പുലർച്ചെയാണ് മൃതദേഹം പുറത്തെടുത്തത്. പള്ളിപ്പുറം പയങ്കൽ ക്ഷേത്രത്തിലെ കാർത്തിക വേലാഘോഷം ഭക്തിസാന്ദ്രമായി. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെ വിവിധ ഭക്ത സംഘടനകൾ അവതരിപ്പിച്ച നാടൻ കലാപ്രകടനങ്ങളും ശ്രദ്ധേയമായി. ഐവർകളി, കാളകളി, കുതിരകളി, പൂതം കളി, മേളം എന്നിവ നടന്നു. വൈകിട്ട് നട തുറക്കൽ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, അത്താഴപൂജയും തുടർന്ന് കോമര പ്രതിഷ്ഠയ്ക്ക് കലശപൂജ എന്നിവ നടന്നു. നിരവധി പേരാണ് പങ്കാളികളായത്. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ അമ്മാടം സെന്റ് ആന്റണി സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെ വീടുകളിലേക്കും പ്രധാന അധ്യാപകന്റെ നേതൃത്വത്തിൽ അധ്യാപകരും PTA അംഗങ്ങളും അനുമോദനവുമായി കടന്നു ചെന്നു. ഇക്കുറി 51 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചത്. 51 വിദ്യാർത്ഥികളുടെയും വീടുകളിൽ സംഘമെത്തി അനുമോദനം അറിയിച്ചു. കഴിഞ്ഞ 6 വർഷമായി മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തി അധ്യാപകർ അഭിനന്ദിക്കുന്നത് ഈ വിദ്യാലയത്തിന്റെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ്. പ്രധാന അധ്യാപകൻ സ്റ്റെയിനി ചാക്കോ, അധ്യാപകരായ ജോൺ CS,
സീനിയർ അസിസ്റ്റന്റ് ജാൻസി ജോളി പി, PTA അംഗം ഡെന്നിസ് പല്ലശ്ശേരി, അൽസ പോൾ കെ എന്നിവർ അടങ്ങിയ സംഘമാണ് ഓരോ വിദ്യാർത്ഥികളുടെയും വീടുകളിലെത്തി അനുമോദനം നേരിട്ടറിയിച്ചത്. ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വേല ആഘോഷങ്ങൾക്ക് നിരവധി ഭക്തർ പങ്കെടുത്തു. പുലർച്ചെ 4 മണിക്ക് പൂരം എഴുന്നള്ളിപ്പ്, ഗുരുതി 7 മണിയോടെ പൂരം സമാപിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം കാർത്തിക വേലാഘോഷത്തിന് നിരവധി പേരാണ് പങ്കെടുത്തത്. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് സന്തോഷ് പുത്തേരി, PR ഹരിഹരൻ, PK മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. വെങ്ങനശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ ദ്രൗപദി ദിനം ആഘോഷിച്ചു. ദ്വാപരയുഗത്തിൽ ദ്രൗപദിക്ക് നെടുമാംഗല്യത്തിനും ഭർത്തവിജയത്തിനും പാണ്ഡവഗിരി ദേവി വരമരളിയ സുദിനമാണ് വൈശാഖ മാസത്തിലെ കാർത്തിക. പുരാണാതിഹാസങ്ങളിൽ സീതാദേവിക്കോ രുക്മിണി ദേവിക്കോ ലഭിക്കാത്ത നെടുമാംഗല്യ സൗഭാഗ്യമാണ് പാണ്ഡവഗിരി ദേവി ദ്രൗപദിക്ക് നൽകിയത്. ഈ പുണ്യദിനത്തിന്റെ അനുസ്മരണാർത്ഥമാണ് ഇത് ആഘോഷിക്കുന്നത്. ദേവിക്ക് ഇന്നേ ദിവസം ചടങ്ങിന്റെ ഭാഗമായി സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥാജി മഹാരാജ് അനുഗ്രഹിച്ചാരംഭിച്ച പട്ടും താലിയും പുടവയും വാൽക്കണ്ണാടിയും എഴുന്നള്ളിച്ചുകൊണ്ട് ദേവിയുടെ പഞ്ചലോക വിഗ്രഹത്തോട് വലിക്കുന്ന പാണ്ഡവഗിരി രഥഘോഷയാത്ര രാവിലെ 7:30 ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ നിന്നും ആരംഭിച്ചു. 10 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വൈകിട്ട് 6 മണിക്ക് തിരുവാതിരകളി, നൃത്തനൃത്യങ്ങൾ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. പരിപാടികൾക്ക് നിരവധി ഭക്തർ പങ്കെടുത്തു. അവണിശ്ശേരി TRC റേസിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 11ാമത് ഓൾ ഇന്ത്യ ബൈക്ക് ആൻഡ് കാർ റൈസ് സംഘടിപ്പിച്ചു. ബോട്ട് ചെട്ടിപ്പാടത്ത് നടന്ന മത്സരത്തിൽ വിവിധ കാറ്റഗറിയിൽ മത്സരങ്ങൾ നടന്നു. വിജയികൾക്ക് നാട്ടിക MLA CC മുകുന്ദൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്ലബ്ബ് ഭാരവാഹികളായ ലിംസൺ, ഷാൻഡോ, ജീവൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. താന്യം പഞ്ചായത്ത് ശ്മശാനത്തിൽ തീപിടുത്തം. പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ശ്മശാനത്തിന് മുൻപിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. മൃതദേഹം സംസ്കരിക്കുന്നതിനിടയിൽ ഫർണസിൽ നിന്നാണ് തീ പടർന്നത്. ചുറ്റും മാലിന്യങ്ങളും ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങളിലുമാണ് തീ പടർന്നത്. ശ്രദ്ധയിൽപ്പെട്ട ഹരിതകർമ്മസേനയുടെ ഇടപെടൽ മൂലമാണ് വൻ അപകടം ഒഴിവായത്. ഉടനെ ഇതിന് പരിഹാരം കാണണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോ തറയൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ബെന്നിത്തട്ടിൽ, സുബൈർ ശാന്തിപുരത്ത്, മിനി ജോസ്, രാജൻ CR, വിനയൻ കൂനമ്പാട്ട്, ആഷിഖ് ജോസ്, ഷിഹാബ് താന്യം എന്നിവർ സംസാരിച്ചു. ഷാഹിർ വലീഗത്ത്, സിദ്ദിഖ് കൊളത്തക്കാട്ട്, ഗോപാലകൃഷ്ണൻ, സിദ്ദിഖ് കറപ്പം വീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ദേവസന്നിധിയിൽ നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 61ാം ദിവസം നാട്യമണ്ഡപത്തിൽ കലാമണ്ഡലം സീതാലക്ഷ്മിയുടെ പൂതനാമോക്ഷം നെങ്ങാരമ്മ കോത്ത് ശ്രദ്ധേയമായി. മിഴാവിൽ കലാമണ്ഡലം അഭിമന്യു, ഇടക്കയിൽ കലാമണ്ഡലം ആകാശും, കുഴിത്താളത്തിൽ മാർഗി അശ്വതിയും പക്കം വായിച്ചു. നാട്യാഞ്ജലിയോടെ ആരംഭിച്ച നർത്തകി ശോഭനയുടെ ശിഷ്യയായ ഐശ്വര്യയും ഡോക്ടർ രാജശ്രീ വാര്യരുടെ ശിക്ഷയായ കലാമണ്ഡലം ആഷിഖ് ഷൺമുഖനും കലാമണ്ഡലം പഞ്ചമി ഭാവദാസനും അവതരിപ്പിച്ച ഭരതനാട്യമിനങ്ങളായ വർണ്ണം, തില്ലാന, അഷ്ടപതി പദം എന്നിവയും അവതരിപ്പിച്ചു. തുടർന്ന് മാള ചിലമ്പൊലിയിലെ കലാകാരികൾ അവതരിപ്പിച്ച തിരുവാതിരകളെയും ഉണ്ടായിരുന്നു. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തിപത്രവും ഫലകവും പ്രസാദവും നൽകി ആദരിച്ചു. പുതുക്കാട് പ്രചോദിക്കുന്നിലെ തീപിടുത്തത്തിൽ മലമ്പാമ്പും 21 കുഞ്ഞുങ്ങളും വെന്തു ചത്തു. തീപിടുത്തമുണ്ടായ സ്ഥലത്ത് എത്തിയ നാട്ടുകാരാണ് പാമ്പിനെയും കുഞ്ഞുങ്ങളെയും ചത്ത നിലയിൽ കണ്ടെത്തിയത്. 13 അടിയോളം നീളമുള്ളതായിരുന്നു പാമ്പ്. അടിയിരുന്ന പാമ്പ് അഗ്നിക്കിരയാകുകയായിരുന്നു.
വിരിഞ്ഞു തുടങ്ങിയ മുട്ടകൾക്കുള്ളിൽ കുഞ്ഞുങ്ങൾ തീയിലകപ്പെട്ട് ചാവുകയായിരുന്നു. മുട്ടകൾക്ക് 10 മീറ്റർ അകലെയാണ് മലമ്പാമ്പിനെ ചത്ത നിലയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുതുക്കാട് പ്രചോദിക്കുന്നിൽ വൻ തീപിടുത്തമുണ്ടായത്. മണിക്കൂറുകൾ നീണ്ട തീ ഏറെ പ്രയത്നിച്ചാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിൽ ഒട്ടനവധി മരങ്ങളും കത്തിനശിച്ചു. കൊമ്പൻ തൃക്കാരിയൂർ ശിവനാരായണൻ ചെരിഞ്ഞു. 47 വയസ്സായിരുന്നു. കോതമംഗലം തൃക്കാരിയൂർ സ്വദേശി ബിജുവിന്റെ സംരക്ഷണയിലുള്ള ആനയാണ്. പാദരോഗം ബാധിച്ച് 1.5 വർഷമായി മണ്ണമ്പട്ട വട്ടണാത്രയിൽ ചികിത്സ നടത്തി വരികയായിരുന്നു. രോഗാവസ്ഥയിൽ നിന്നും അല്പം ഭേദപ്പെട്ടതിന് പിന്നാലെയായിരുന്നു അന്ത്യം. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പ്രധാന ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂപ്പുകളിലും മരക്കമ്പനികളിലും മരങ്ങൾ നീക്കം ചെയ്യുന്ന ജോലിക്ക് പ്രത്യേക വൈഭവമുണ്ടായിരുന്ന ശിവനാരായണൻ മരപ്പണിയിലെ പെരുന്തച്ചൻ എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്നു. ബുധനാഴ്ച രാത്രിയിൽ സംസ്കാര നടപടികൾക്കായി കോടനാട്ടേക്ക് കൊണ്ടുപോകും. വ്യാഴാഴ്ച സംസ്കാരം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. പെരുമ്പിളിശ്ശേരി വെസ്റ്റ് കോച്ചേരി പറമ്പിൽ 45 വയസ്സുള്ള ജയൻ നിര്യാതനായി. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6615 രൂപ, പവന് 52,920 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹയർ സെക്കൻഡറി VHSC ഫലം പ്രഖ്യാപിച്ചു. 78.69% ഹയർ സെക്കൻഡറി വിജയം. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെയും പള്ളിപ്പുറം പയങ്കൽ ക്ഷേത്രത്തിലെയും കാർത്തിക വേലാഘോഷം ഭക്തിസാന്ദ്രം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.